കാസർഗോഡ് കാഞ്ഞങ്ങാട് ദേശീയപാതയിലെ സർവീസ് റോഡ് തകർന്നു വീണതിനു പിന്നാലെ സമീപ പ്രദേശങ്ങളിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു. അതേസമയം ഇന്നലെ റോഡ് തകർന്ന സ്ഥലത്ത് അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. സാരംഗ് സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ ഇതേ സമയം ഈ പാതയിലൂടെ യാത്ര ചെയ്ത ആളുകൾ ജീവൻ പോലും പണയം വെച്ചിട്ടാണ് യാത്ര ചെയ്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾക്ക് തൊട്ടരികിലായി കാണുന്ന ഈ പാതയിലാണ് ഇന്നലെ സർവീസ് റോഡിൻ്റെ ഒരു വശം പൂർണ്ണമായും തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് താൽക്കാലികമായി അവിടെ ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടികളാണ് നിർമ്മാണ കമ്പനിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ കാഞ്ഞങ്ങാടിൻ്റെയും പുല്ലൂരിൻ്റെയും വിവിധ ഭാഗങ്ങളിലായി പുല്ലൂരിനും കാഞ്ഞങ്ങാടിനും ഇടയിലായി റോഡിൽ പലയിടങ്ങളിലായി സർവീസ് റോഡിലും അതുപോലെ തന്നെ ദേശീയപാതയുടെ പല ഭാഗങ്ങളിലുമായി ഇപ്പോൾ ചെറിയ തോതിലുള്ള വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിരന്തരമായി ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ സന്ദർശനം നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ പുതിയ ഒരു തലവേദനയായി തന്നെ ഇത്തരത്തിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുന്നത്. മലപ്പുറത്തെയും തൃശ്ശൂരിലെയും ഒക്കെ തന്നെ ദൃശ്യങ്ങളുടെ ഭീകരത വെച്ച് നോക്കുകയാണെങ്കിൽ അത്രത്തോളം അതിഭീകരമായി നമ്മൾക്ക് തോന്നുന്നില്ലെങ്കിൽ പോലും ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഭൗമശാസ്ത്രം അനുസരിച്ച് ഒരുപക്ഷെ ഭാവിയിൽ വലിയ വെല്ലുവിളി ഉയർത്താവുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയാണ് നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ജനങ്ങൾക്ക് അതിൻ്റെതായ തോതിലുള്ള വലിയ ആശങ്കകളുണ്ട്. ആളുകൾ ഇപ്പോൾ വലിയ വാഹനങ്ങൾ പോലും, പ്രത്യേകിച്ച് സംസ്ഥാന അതിർത്തിയുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങളൊക്കെ തന്നെ, വലിയ ചരക്ക് വാഹനങ്ങളൊക്കെ തന്നെ നിരന്തരമായി യാത്ര ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിരവധി ബസ്സുകൾ, ആശുപത്രികളിലേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ തന്നെ വലിയ തോതിലുള്ള വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു വഴിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് വലിയ തോതിലുള്ള ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാവാനും അതുപോലെ തന്നെ ഇന്നലെ ഉണ്ടായതിന് സമാനമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വലിയ ദുരന്തങ്ങളിലേക്ക് അത് വഴിമാറിപ്പോകുന്നത് തീർച്ചയാണ്. അധികൃതരുടെ കൃത്യമായ ഇടപെടൽ ഈ ഒരു സംഭവത്തിൽ ഉണ്ടാവണം. ഇനിയും പ്രത്യേകിച്ച് ഇപ്പോൾ കാസർഗോഡ് ജില്ലയുടെ രണ്ടാമത്തെ ഒരു ദേശീയപാതയുടെ രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വലിയ വെല്ലുവിളികൾ ഉയരുന്നത്. നേരത്തെ പുല്ലൂരിലും പെരിയയിലും സ്ഥാപിച്ച പാലങ്ങൾ പോലും തകർന്നു വീഴുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും ഈ ജനതയ്ക്ക് ഇനി ഇത്തരത്തിലുള്ള സമാനമായ ഒരു അപകടത്തെ കണ്ടു നിൽക്കുക എന്നത് ഏറെ പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ്. കാഞ്ഞങ്ങാട് നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.